ഹേ ഗായ്സ്, ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട +1 കാലെടുത്ത് വെച്ച വിദ്യാർത്ഥികളെ, അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. പല കുട്ടികളും എനിക്ക് മെസ്സേജ് ചോദിക്കുന്നുണ്ട്, സാർ എന്താണ് അലോട്ട്മെന്റിന്റെ അപ്ഡേറ്റുകളൊന്നും അറിയിക്കാത്തത്, സാർ തിരക്കിലാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. യെസ്, തീർച്ചയായിട്ടും തിരക്കിൽ തന്നെയാണ്. നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ തിരക്കിലും എഡ്യൂപാർക്ക് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ MS ഏറ്റെടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് കൂടുതലോ. കുട്ടികളുടെ ഹോസ്റ്റലും അവരുടെ അക്കാഡമിക് കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് തിരക്കുകളുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതാ സമയം 11:40 11:40. ഇപ്പോൾ സ്റ്റുഡിയോയിൽ ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ട്യൂഷൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഇടയിലൂടെയാണ് നിങ്ങളുടെ ഈ ഒരു സംശയങ്ങൾക്ക് അനുസരിച്ചുള്ള വീഡിയോകൾ ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. ഇനി എന്തായാലും തീർച്ചയായും എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംശയങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. +1 അലോട്ട്മെൻറ്റിൻ്റെ സംശയങ്ങൾ ഒരുപാടുണ്ടെന്നറിയാം. എങ്കിലും ഇപ്പോൾ കുട്ടികളുടെ ഏറ്റവും വലിയ സംശയം, സാർ ഞാൻ അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, എനിക്ക് പ്രിൻ്റ് ഔട്ട് കിട്ടുകയും ചെയ്തു, പക്ഷെ എനിക്ക് ഇപ്പോൾ തോന്നുന്നു ഓപ്ഷൻസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്താലോ എന്നുള്ളത്. ഈ ചോദ്യത്തിന് എന്താണ് സാർ മറുപടി എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് കിട്ടുന്നത് എപ്പോഴാണെന്നറിയോ? നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ഓപ്പൺ ചെയ്തിട്ട് HSCAP വഴി കാൻഡിഡേറ്റ് ലോഗിനിൽ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഓക്കെ കൊടുത്തിട്ട് ആ പേജിൽ, നിങ്ങളുടെ സ്വന്തം പേജിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങൾ അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. അങ്ങനെ അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് എല്ലാ സ്കൂൾ കോഴ്സും കോഡും ഒക്കെ കൊടുത്ത് കഴിഞ്ഞ് ലാസ്റ്റ് നിങ്ങൾ ഫൈനൽ സബ്മിറ്റ് കൊടുത്തതിന് ശേഷം ഫൈനൽ കൺഫർമേഷൻ എന്ന് പറയുന്ന ഒരു പച്ച കളറിലൊരു ബട്ടൺ ഉണ്ട്. ആ ഫൈനൽ കൺഫർമേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് വരുന്നത് ആ PDF ആയിരിക്കും. ആ PDF ആണ് നിങ്ങൾ പ്രിൻ്റ് എടുക്കുന്നത്. സോ ആ പ്രിൻ്റ് എടുത്ത ദാറ്റ് മീൻസ് ആ ഫൈനൽ കൺഫർമേഷൻ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നെൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക. സാർ ഓക്കെ, സമ്മതിച്ചു. പലരും പറയുന്നു ട്രയൽ എന്ന് പറയുന്നത് ഒരു ട്രയൽ മാത്രമാണ്, ട്രയൽ വന്നു കഴിഞ്ഞാൽ എല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു, പക്ഷെ എനിക്ക് സ്കൂൾ കോഴ്സും കോഡും മാറ്റാൻ കഴിയില്ല എന്നും പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എന്തൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ പറയാതെ JRCക്ക് ടിക്ക് ചെയ്ത് പോയിട്ടുണ്ട്, നിങ്ങൾ ക്ലബ്ബ് മാറിപ്പോയിട്ടുണ്ട്, മാത്സ് ക്ലബ്ബ് കൊടുക്കേണ്ട പകരം സയൻസ് ക്ലബ്ബ് കൊടുത്തുപോയി, പെർമനന്റ് അഡ്രസ്സ് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും കൊടുത്തിരിക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ മാറ്റമുണ്ട്, ഞാൻ താമസിക്കുന്ന സ്ഥലം വേറെയാണ്, എൻ്റെ ആധാർ കാർഡിലുള്ള എൻ്റെ SSLC സർട്ടിഫിക്കറ്റിലുള്ള അഡ്രസ്സ് അല്ല ഇപ്പം കയ്യിലുള്ളത്. അതോടൊപ്പം തന്നെ സ്കൂളിൽ ഞാൻ ബയോസയൻസ് മാത്രമായിട്ട് കൊടുക്കാൻ വിചാരിച്ചു, പക്ഷേ കൊമേഴ്സ് കൂടി ഉൾപ്പെടുത്തി. അക്ഷയയിലെ ചേച്ചി പറഞ്ഞിട്ടുണ്ട് 5 എണ്ണം കൊടുത്താൽ കാര്യമില്ല, കുറേ എണ്ണം കൊടുക്കണമെന്ന്. അതുകൊണ്ട് ആ ചേച്ചി എന്ത് ചെയ്തു, 5 ബയോസയൻസ് കൊടുത്ത അതേ സ്കൂളിൽ തന്നെ 5 കൊമേഴ്സും കൊടുത്തു. അങ്ങനെ പല പ്രയാസങ്ങൾ പറയുന്നവരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവസാനം പറഞ്ഞ സ്കൂൾ കോഴ്സും കോഡും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി. പിന്നെ ഏതൊരു അക്ഷയ സെന്ററുകളിൽ നിന്നോ ഏതൊരു ജനസേവന കേന്ദ്രങ്ങളിൽ നിന്നോ ഇനി ആരുടെ അടുത്ത് നിന്ന് നിങ്ങൾ ചെയ്താലും അവസാനം ഫൈനൽ കൺഫർമേഷൻ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നിങ്ങളോട് ചോദിക്കും ഇതൊക്കെ ശരിയാണോ എന്ന് നോക്കാൻ. അങ്ങനെ നിങ്ങളുടെ പ്രസൻസിലാണ് അവർ ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെന്റ് തെറ്റിയിട്ടുണ്ടെങ്കിൽ പൂർണ്ണ ഉത്തരവാദി നിങ്ങൾ തന്നെയായിരിക്കും, ആ ചെയ്തു വെച്ച കേന്ദ്രങ്ങളല്ല. എനിക്ക് ഒരുപാട് പരാതികൾ വന്നിട്ടുണ്ട്, ഞാൻ അവിടെ കൊടുത്ത് ഫില്ല് ചെയ്തതുപോലെയല്ല എനിക്ക് അവർ ചെയ്തു തന്നത്. പക്ഷേ ഫൈനൽ കൺഫർമേഷൻ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഞാൻ ആ കമ്പ്യൂട്ടറിലേക്ക് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് തിരക്കായത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓക്കെ ശരിയാണെന്ന് പറഞ്ഞു. പിന്നീട് വീട്ടിൽ പോയി നോക്കുമ്പോഴാണ് തെറ്റ് സംഭവിച്ചതായിട്ട് ഞാൻ കാണുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, അതാരുടെ തെറ്റാ? നിന്റെ തെറ്റാ. ഓക്കെ, ഇനി ഏറ്റവും അവസാനത്തെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത്, ട്രയലിൻ്റെ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ഫോമിൽ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ്. നിങ്ങൾ അലോട്ട്മെന്റിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ട്രയൽ എഡിറ്റ് ചെയ്യാം. പക്ഷേ ട്രയൽ അലോട്ട്മെന്റിന് വേറെ ഒരു സീക്രട്ട് രഹസ്യം കൂടിയുണ്ട്. പലതിൻ്റെയും താക്കോലുകൾ തുറന്നു തരുന്നത് ഈ ട്രയൽ അലോട്ട്മെന്റ് ആയിരുന്നു. നിനക്കിഷ്ടപ്പെട്ട സ്കൂളിൽ കിട്ടുമോ ഇല്ലേ എന്ന് കാണിച്ചു തരുന്ന അലോട്ട്മെന്റിന്റെ പേരാണോ ട്രയൽ അലോട്ട്മെന്റ്. തമാശയല്ല അത്. പലരും പറയും അത് ട്രയലിന് എഡിറ്റ് ചെയ്യാൻ പറ്റും. ട്രയൽ എന്ന് പറയുന്നത് എഡിറ്റ് ചെയ്യാൻ പറ്റും, ഞാനും സമ്മതിക്കുന്നു. പക്ഷേ ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് നീ വിചാരിച്ച സ്കൂളിൽ സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയുന്ന അലോട്ട്മെന്റ് ആയിരുന്നു ട്രയൽ അലോട്ട്മെന്റ്.
ഞാൻ എൻ്റെ ഓഫ്ലൈൻ സെൻറ്ററിൽ MS അക്കാഡമി കൊടുവള്ളിയിൽ MS അക്കാഡമി ട്യൂഷൻ സെൻറ്ററിൽ വെച്ചിട്ട് ഇക്കഴിഞ്ഞ ദിവസം മെയ് 17-ാം തീയതി ഞാൻ എന്ത് ചെയ്തു, അലോട്ട്മെൻറ്റ് A to Z സംശയങ്ങൾക്കുള്ള മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ക്ലാസ് വെക്കുകയുണ്ടായി. എത്രയെത്ര സംശയങ്ങളാണ് രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും. അവരൊക്കെ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നുപോയി. കാര്യം എല്ലാ വർഷവും അലോട്ട്മെൻറ്റിന് ഉണ്ടാകുന്ന അതേ സംശയങ്ങൾ. ആർക്കും അതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണയില്ലാത്ത സ്ഥലങ്ങളിൽ ചെന്നുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യരുത്. നിങ്ങൾ സ്വയം അപ്ലൈ ചെയ്യാൻ നോക്കുകയും ചെയ്യരുത്. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചെല്ലുകയും ചെയ്യരുത്. അത് വേറെ കാര്യം. 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചറിനോട് നിങ്ങൾ അലോട്ട്മെൻറ്റിനെ കുറിച്ച് സംശയം ചോദിക്കരുത്. +1 +2 പഠിപ്പിക്കുന്ന അധ്യാപകരോടോ ഓരോ സ്കൂളുകളിലും ഹെൽപ്പ് ഡെസ്കുകളുണ്ട്. നിങ്ങൾക്ക് വിളിച്ചു നോക്കാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഹെൽപ്പ് ഡെസ്ക് നമ്പർ ഒരുപാട് കിട്ടും. ഇവൻ MS സൊല്യൂഷൻസിൻ്റെ വാട്സപ്പ് ചാനൽ വഴിയും MS സൊല്യൂഷൻസിൻ്റെ കമ്മ്യൂണിറ്റി ചാനൽ വഴിയും എന്തൊക്കെ വഴികളാണെന്ന് നിങ്ങൾക്കറിയില്ല, പലരുടെയും സംശയങ്ങൾക്ക് കൃത്യമായ മറുപടികൾ കൊടുക്കുന്നുണ്ട്. എന്തായാലും ശരി, ട്രയൽ അലോട്ട്മെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഒരു രഹസ്യ താക്കോലുണ്ട്. ആ താക്കോൽ വെച്ച് നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് രഹസ്യങ്ങൾ, അലോട്ട്മെൻറ്റിൻ്റെ രഹസ്യങ്ങൾ, നിനക്കേത് സീറ്റ് കിട്ടും, നിനക്കേത് സ്കൂളിൽ കിട്ടും, ഇനി മറ്റെന്തെങ്കിലും ഓപ്ഷൻസ് ആഡ് ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ ഞാൻ 5 എണ്ണേ കൊടുത്തിട്ടുള്ളൂ, ഇനി കൂടുതൽ കൊടുക്കേണ്ടി വരുമോ, ഇത്തരം ചോദ്യങ്ങൾക്കുള്ള എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരമായിരുന്നു ട്രയൽ അലോട്ട്മെന്റ്. നീ അത് മിസ് ചെയ്തു. പേടിക്കേണ്ട ആവശ്യമില്ല. ട്രയലിന് മുന്നേ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും A to Z പറഞ്ഞു തരാം. ലൈവായി തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വരണമെന്നുണ്ട്. അതിനു മുമ്പേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. സോ മറ്റൊരു കാര്യം, നിങ്ങളുടെ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയം ചോദിക്കൂ, ഉത്തരം പറയാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.